ഓഗസ്റ്റ് 15-ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം പൊതുവേ ഞങ്ങൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അപ്പം ഇത്തവണ ഋത്തും ജാനിയൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയാലോ. അപ്പം പിന്നെ എന്തായാലും പുറത്ത് പോവാണ്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് വാങ്ങിച്ചു തരുമെന്ന് ഞാനിങ്ങനെ റിജിഡേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ എന്നാൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ കോഴിക്കോട് നമ്മൾ പോകുന്നത് മലബാർ ഗോൾഡിനാണ്. അപ്പോൾ കുറേ കാലമായിട്ട് എനിക്കൊരു മൂക്കുത്തി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഉണ്ട് ഒരു ചെറിയ സ്റ്റോണിൻ്റെ. അപ്പം എനിക്കത് അത്ര ഇഷ്ടമില്ല, റിങ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ കുറേ കാലമായിട്ട് പറയുന്നതിലാണ്ട് ഞാൻ പോയ സ്ഥലത്തൊന്നും എനിക്ക് പറ്റിയ റിങ് കിട്ടിയതേ ഇല്ല. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ആണ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ മലബാർ ഗോൾഡിലെത്തി. അവിടെ നല്ല വൈബാട്ടോ. മൊത്തത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്, നമുക്ക് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ വാങ്ങി വെച്ച ഡ്രസ്സായിരുന്നു, നമ്മുടെ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം എനിക്ക് അന്നേരം കുറച്ച് തടിയുള്ളതുകൊണ്ട് കുറച്ചൊന്ന് ടൈറ്റായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഞാൻ കുറച്ച് വർക്കൗട്ടും ഡയറ്റൊക്കെ തുടങ്ങിയത് കുറച്ചൊന്ന് മെലിഞ്ഞപ്പോൾ അത് ഇടാനും സുഖമായി. അങ്ങനെ ഞങ്ങൾ മലബാർ ഗോൾഡിലെത്തി. അപ്പം ഋത്തുവും ജാനിയൊക്കെ ഉള്ളിൽ കയറിയപ്പം അതിൻ്റെ നല്ല വിശാലതയുള്ളൊരു ഷോറൂമാണ് നമ്മുടെ കോഴിക്കോടുള്ളത്. അപ്പം ഇവരിങ്ങനെ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഗോൾഡിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ റിങ്ങിന് അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കുറേ വെയിറ്റ് ചെയ്തു. അവിടെ മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾ വന്ന് എടുത്തു തരാനൊക്കെ കുറച്ച് ടൈം എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഋത്തുവും ജാനിയൊക്കെ ഓടിക്കളിയായിരുന്നു അവിടുന്ന് മൊത്തം. ഈ മൂക്കുത്തി വേണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ മൂക്ക് മൊത്തത്തിലൊരു തടി ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ മൂക്കിന് ചേരുമോ എന്നൊക്കെ ഒരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, കുറച്ചൊന്നും വലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാലേ അതൊന്ന് പരീക്ഷിക്കാനുള്ള ഒരു ഇതിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ അവർ വന്നു. ആദ്യം അവർ പറഞ്ഞു പിന്നെ ഇവിടെ ഉണ്ട്, കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അവർ കുറേ എണ്ണം എടുത്തു നിന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പം ഞാൻ വിചാരിച്ച റിങ് ടൈപ്പ് അവിടെ കുറവാണ്. അവിടെ അവർ സ്റ്റോൺ ടൈപ്പുള്ള വേറെ കുറേ മോഡലൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഓൾറെഡി കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുക അവർ റിങ് ഇടണമെന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഋത്തുവും ജാനിയൊക്കെ കമൻ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് റിങ് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ ഡയമണ്ടിൻ്റെ സെക്ഷൻ ഉണ്ട്, അവിടെ നിന്ന് എടുക്കുക, അവിടെ എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ ഓക്കെ ഡയമണ്ടെങ്കിൽ ഡയമണ്ട്. കാരണം എനിക്ക് റിങ് കിട്ടണം എന്നുള്ള അത്രയും വലിയൊരു ആഗ്രഹമായിരുന്നു. കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ എവിടെ നിന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ സെക്ഷനിലേക്ക് പോയി. സാധാരണ ജാനിക്ക് എസ്കലേറ്ററിലൊന്നും പോയാൽ ഒരു പേടിയുമില്ല, അവൾ സ്വന്തം കയറി വരിക. നമ്മൾ പിടിച്ചാൽ പോലും വേണ്ട, പിടിക്കണ്ടെന്ന് പറയും. പക്ഷേ ചില സമയത്ത് ഞാൻ പിടിക്കാത്തതൊക്കെ അവർക്ക് വലിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഡയമണ്ട് സെക്ഷനിൽ പോയി. അപ്പോൾ പോയപാട് തന്നെ അവർ കണ്ടു അവിടെ ഞാൻ പ്രതീക്ഷിച്ച അതേ സാധനമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് ഇതിപ്പോൾ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞാനതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കി. അത് എനിക്ക് അവരെല്ലാവരും പറഞ്ഞു നന്നായി ചേരുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, മൊത്തത്തിൽ ഒരു തടിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല നീണ്ട മൂക്കൊക്കെ ഉള്ള ആളുകൾക്കാണല്ലോ കൂടുതൽ ചേരുക. പക്ഷേ എനിക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ റിംഗ് ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ കുറേ ഞാൻ സ്വന്തം പറ്റുമോ കുറേ ട്രൈ ചെയ്തു നോക്കി. പക്ഷേ എനിക്ക് ഒട്ടും അത് പ്രസ്സാവുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക്. അവസാനം ഞാൻ ഇതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നിൽക്കായിരുന്നു. അപ്പോൾ അവസാനം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഞാൻ അവിടുത്തെ മിററിലൊന്ന് നോക്കാം. അവർ പറഞ്ഞു മറ്റേ മിററിലൊന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ വലിയ മിററിൻ്റെ അടുത്ത് പോയി നോക്കിയ സമയത്ത് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ആദ്യം ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് തീരെ കുറച്ച് ഭയങ്കര വലിപ്പം തോന്നുന്നുണ്ടായിരുന്നു മൂക്കിലിട്ടപ്പോൾ. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ കുറച്ചും കൂടി സ്മോൾ ടൈപ്പ് മതി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും എനിക്ക് മാറ്റി അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് എടുത്തു തന്നു. അത് നോക്കുമ്പം അതും ഇതേ പ്രശ്നം. അത് പിന്നെ കയറുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ അത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ നേരം ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ റിജിഡേട്ടനോട് അതൊന്ന് റെഡിയാക്കി തരുമെന്ന് ചോദിച്ചു. പിന്നെ ആ ചെറിയ ടൈപ്പ് തന്നെ വാങ്ങിച്ചു. അത് അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായി ചേരുന്നുണ്ടെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു.
അപ്പം പിന്നെ ആ സന്തോഷത്തിൽ അത് കുറേ കാലമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന്. പക്ഷേ എനിക്ക് ചേരുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനതിങ്ങനെ വാങ്ങിക്കാണ്ടെന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു അടിപൊളിയുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് നമ്മൾ ബീച്ച് സൈഡിലുള്ള പഞ്ചാബി റസോയി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി. മൊത്തത്തിൽ ഞാൻ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് വലിയ മധുരമൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ബടാപ്പാവ് വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പാനിപ്പൂരി വാങ്ങിച്ചു. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാൽ ശരിക്കും എന്താ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ അവിടുത്തെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 9:30 ഒക്കെ ആയപ്പം ഞങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സ് നമ്മളെ തൊട്ടടുത്തൊരു കഫേ ഉണ്ട്, അപ്പോൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ ഒത്തുകൂടി കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാവരും ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നമ്മൾ ആരും പറഞ്ഞു പിന്നെ കേക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ മക്കളുള്ളത് കൊണ്ട് ചെറിയൊരു കേക്ക് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ അവർക്ക് രസമാണല്ലോ അത് മുറിക്കാനും ഇതാക്കാനും ഒക്കെ. അങ്ങനെ ജാനിയും കാത്തും കൂടി അത് ഞങ്ങളെല്ലാവരും ഇരുന്നത് മുറിച്ചു. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു, കുറേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ പിറ്റേന്ന് സ്കൂളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കേക്കൊക്കെ മുറിച്ച് പിന്നെ രേഖേച്ചിൻ്റെ വക ഒരു ഗിഫ്റ്റൊക്കെ തന്നു, ഒരു സാരി. ഞാൻ പൊതുവേ സാരി എടുക്കാറില്ല, പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പ് സിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒക്കെ വാങ്ങി തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കി.